ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ക്ലിക്ക് ആവാറില്ലേ, അവരോടൊരു ഇഷ്ടം തോന്നാറില്ലേ? അവരുടെ കയ്യിൽ കുറേ പൈസ ഉള്ളതുകൊണ്ടോ ഗ്ലാമർ ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല, അവരുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും അല്ലേ? സത്യം പറഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ നമുക്ക് ആകെ 90 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ആ 90 സെക്കൻഡ് പാഴാക്കിയാൽ അവർ നമ്മളെ മറന്നു പോകും. അവരെ മനസ്സിൽ നമുക്ക് ഇടം നേടാൻ കഴിയില്ല. എന്നാൽ അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചാലോ പിന്നെ അവർക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് ആളുകളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫോണിലൊരു പരസ്യം വന്നാൽ അത് കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് വെറും 2 സെക്കൻഡ് മതി. ക്ലിക്കായില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് കിട്ടും. ഇൻസ്റ്റാഗ്രാം റീലും യൂട്യൂബ് ഷോർട്സും ഒക്കെ അങ്ങനെ തന്നെ. ആദ്യത്തെ 2-3 സെക്കൻഡ് നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് അടുത്തേക്ക് പോകും. മനുഷ്യരുടെ കാര്യം സെയിം ആണ് കേട്ടോ. നമ്മളൊരാൾ ആദ്യമായിട്ട് കാണുമ്പോൾ ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവർ തീരുമാനിക്കും, ഇയാൾ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെയോട് അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം പേരും ഈ ഒരു ചാൻസ് വെറുതെ പാഴാക്കുകയാണ്. പേടി കൊണ്ടോ എന്ത് പറയണമെന്നറിയാത്ത ടെൻഷൻ കൊണ്ടോ ഒക്കെ ആ ഒരു വൈബ് അങ്ങ് പോകും. പക്ഷെ വെറും 90 സെക്കൻഡിനുള്ളിൽ ഒരാളെ ഇമ്പ്രസ് ചെയ്യാനും അവരുമായി നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാനും പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാമോ? വെറുതെ പറയല്ല. നിക്കോളാസ് ബൂത്ത്മാന്റെ ഹൗ ടു മേക്ക് പീപ്പിൾ ലൈക്ക് യു ഇൻ 90 സെക്കൻഡ് ഓർ ലെസ് എന്ന കിടിലൻ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അത് പറഞ്ഞുതരാം. നമ്മളൊരാളുമായി സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണുള്ളത്. ഒന്നാമത്തത് നമ്മളവരെ കാണുന്നു, മീറ്റിംഗ്. 2 അവരുമായൊരു ബന്ധം ഉണ്ടാക്കുന്നു, റാപ്പോ ബിൽഡിംഗ് എന്ന് പറയും. 3 നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഇതിലൊരു രസകരമായ കാര്യമുണ്ട്. നമ്മളൊരാളെ കാണുന്നതും സംസാരിച്ചു തുടങ്ങുന്നതും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, വെറും 90 സെക്കൻഡ്. ആ 90 സെക്കൻഡിനുള്ളിൽ അവർ 3 കാര്യങ്ങൾ തീരുമാനിക്കും. നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാമോ? ഇനി നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ? അതുകൊണ്ട് ഈ 90 സെക്കൻഡ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ പിന്നെ ആരെ ഇമ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് സെക്കൻഡുകളിൽ തന്നെ തുടങ്ങിയാലോ? കാരണം മിക്കവർക്കും പണി കിട്ടുന്നത് കൃത്യം എവിടെയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് സെറ്റാക്കിയാൽ ആ നിമിഷം തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തോന്നും, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായിട്ട് മാറും, കാണാൻ നല്ല അട്രാക്റ്റീവായിട്ടും തോന്നും. ഇത് സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പവർഫുൾ ആയിട്ടുള്ള 5 ടെക്നിക്കുകൾ ഇതാ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒന്നാമത്തെ കാര്യം, ഓപ്പൺ ബോഡി ലാംഗ്വേജ്. നമ്മൾ വായ തുറന്ന് സംസാരിക്കുന്നതിന് മുന്നേ നമ്മുടെ ശരീരം സംസാരിച്ചു തുടങ്ങും. നിങ്ങൾ കൈ കെട്ടി കൂനി ഇരിക്കുകയാണെങ്കിൽ എന്നോട് സംസാരിക്കാൻ വരണ്ട, എനിക്ക് താല്പര്യമില്ല എന്നൊരു നെഗറ്റീവ് മെസ്സേജാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്. അതിന് പകരം നല്ല റിലാക്സ്ഡായി കൈകളൊക്കെ ഫ്രീ ആക്കി ഷോൾഡറൊക്കെ ഒന്ന് വിരിച്ചു നിന്നാൽ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണെന്നും ആരെയും വെൽക്കം ചെയ്യാനും തയ്യാറാണെന്നും അവർക്ക് തോന്നും. അതുകൊണ്ട് ആ ബോഡി ഒന്ന് ഫ്രീ ആക്കി വയ്ക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഐ കോണ്ടാക്ട്. ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പേടിയാണെങ്കിൽ നിങ്ങളൊരു ഇൻസെക്യൂർ പേഴ്സൺ ആണെന്ന് അവർക്ക് തോന്നും. ഇനിയിപ്പോൾ വിടാതെ തുറച്ച് നോക്കിയാലോ അവർക്ക് ആകെ ഒരു അസ്വസ്ഥതയും തോന്നും. അപ്പോൾ അതിൻ്റെ സീക്രട്ട് എന്താണെന്നല്ലേ? നാച്ചുറൽ ആയിട്ടുള്ള ഐ കോണ്ടാക്ട്. അതായത് ഒരാളുടെ കണ്ണിൽ നോക്കുക, ഇടയ്ക്കൊന്ന് നോട്ടം മാറ്റുക, വീണ്ടും തിരിച്ചു നോക്കുക. ഇതാണ് പക്ക കോൺഫിഡൻസ്. മൂന്നാമത്തെ കാര്യം, ജെന്യുവിൻ സ്മൈൽ. വെറുതെ ഒരു പേരിന് വേണ്ടി ചിരിക്കരുത്, അല്ലെങ്കിൽ ഉണ്ടാക്കി ചിരിക്കലും ഫേക്ക് ചിരി ഒന്നുമല്ല. നിങ്ങളുടെ ആ ഒരു ചിരി കാണുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ചിരി കാണുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത ഇയാളെ വിശ്വസിക്കാം, ഇയാൾ സേഫാണ് എന്നതായിരിക്കും. ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആ പേടിയും ടെൻഷനൊക്കെ മാറ്റാൻ പറ്റും. നമ്പർ 4, സ്ട്രോങ് ഗ്രീറ്റിംഗ്. ഇപ്പം വെറുതെ ഒരു ഹായ് മാത്രം പറഞ്ഞു നിർത്തരുത്, പകരം നല്ല എനർജിയോടെ, ഹേയ് ഞാൻ ഷാജി, അവിടെ നിങ്ങളെ പേര് പറയാട്ടോ, നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. വെറും ഒരു ഹായ് പറയുമ്പോൾ അവിടെ സംസാരം അവസാനിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങിയാൽ പിന്നെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ആ ഒരു സംഭാഷണം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ആ ഒരു കോൺഫിഡൻസ് അവർക്കും നിങ്ങളോടുള്ള താല്പര്യം കൂട്ടും. അഞ്ചാമത്തെ കാര്യം, ലൈറ്റായിട്ട് ഒന്ന് മുന്നോട്ട് ആഞ്ഞു നിൽക്കുക, ലീൻ സ്ലൈറ്റ്ലി ഫോർവേഡ് എന്ന് പറയും. ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് അവർക്ക് നേരെ ചെരിഞ്ഞ് നിന്നാൽ അല്ലെങ്കിൽ ആഞ്ഞിരുന്നാൽ അതിനർത്ഥം എന്താണെന്ന് അറിയോ? എനിക്ക് നിങ്ങളിൽ താല്പര്യമുണ്ട്, നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബാലൻസ് തെറ്റിക്കരുത്, വല്ലാതെ അങ്ങ് കുഞ്ഞു നിൽക്കരുത്, അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട് എന്ന് ബോഡി കൊണ്ട് കാണിച്ചാൽ മാത്രം മതി. ഇനി പറയാൻ പോകുന്നത് ഈ വീഡിയോയിലെ ഏറ്റവും പവർഫുള്ളായ കാര്യമാണ്, റാപ്പോ. അതായത് ആ ഒരു മാനസിക അടുപ്പം. ഈ സ്റ്റേജിലെത്തുമ്പോഴാണ് ആളുകൾ വെറുതെ സംസാരിക്കുക മാത്രമല്ല നിങ്ങളുമായി ഒരു ഹൃദയബന്ധം തന്നെ തോന്നാൻ തുടങ്ങുന്നത്. കാരണം മനുഷ്യരൊരിക്കലും യുക്തി, ലോജിക്ക് നോക്കിയല്ല എടുക്കുന്നത്, മറിച്ച് വികാരങ്ങൾ നോക്കിയാണ്, ഇമോഷൻസ് നോക്കിയാണ്. നമ്മുടെ വൈബും അവരുടെ വൈബും തമ്മിൽ ഒന്ന് സിങ്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മാജിക് നടക്കും. അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കിയാലോ? 3 പോയിന്റുകളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഒന്നാമത്തെ പോയിന്റാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഇടാ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ അവർ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ എന്ന് പറയും.
പക്ഷെ അവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അവരുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? അതാണ് ആറ്റിറ്റ്യൂഡിൻ്റെ പവർ. നമ്മൾ എന്ത് മറച്ചു വയ്ക്കാൻ നോക്കിയാലും അത് പുറത്തു വരും. നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം, ബോറടി അല്ലെങ്കിൽ അക്ഷമ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ എപ്പോഴും ശാന്തമായിരിക്കാം, കാമായിരിക്കുക, നല്ലൊരു പോസിറ്റീവ് വൈബിലിരിക്കുക. സംസാരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ആ പ്രസന്റ് മൊമെൻറ്റിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ ഒരു മാറ്റം വന്നാൽ തന്നെ നിങ്ങളോടുള്ള അവരുടെ മനോഭാവം മൊത്തം മാറും. നമ്പർ 2, ദി ആർട്ട് ഓഫ് സിങ്ക്രണൈസേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും അല്ലേ? അത് തന്നെയാണ് ഇവിടുത്തെ ട്രിക്കും. മറ്റുള്ളവരുടെ ആ ഒരു ലെവലിലേക്ക് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് അവരുടെ എനർജി, പെരുമാറ്റം, വൈബ് ഇതൊക്കെ നമ്മളൊന്നും മാച്ച് ചെയ്യാൻ നോക്കുക. ഇതിനെയാണ് മിററിങ് എന്ന് പറയുന്നത്. അതായത് അവർ സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മുന്നോട്ടാഞ്ഞാൽ നിങ്ങൾ ലൈറ്റായിട്ടൊന്ന് ആഞ്ഞു നിൽക്കുക. അവർ സാവധാനത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് സ്പീഡ് കുറയ്ക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിരിക്കണം കേട്ടോ. അവർ അനുകരിക്കുകയാണെന്ന് അല്ലെങ്കിൽ കോപ്പി കാറ്റാണെന്ന് അവർക്ക് തോന്നരുത്. ആൽബർട്ട് മെഹ്റാബിയൻ ഡെവലപ്പ് ചെയ്ത ഒരു ഫേമസ് കമ്മ്യൂണിക്കേഷൻ മോഡലുണ്ട്. അതിന് ദ 3 V's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. വെർബൽ, വോക്കൽ, വിഷ്വൽ. നമ്മളൊരാളെ സംസാരിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് വർക്കൗട്ട് ആവുന്നത്. അതിങ്ങനെയാണ്. വെറും 7% മാത്രമേ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വെർബലിന് പ്രാധാന്യമുള്ളൂ. ബാക്കി 38% നമ്മുടെ ശബ്ദത്തിൻ്റെ ആ ഒരു ടോണാണ്, വോയിസ് ടോൺ, വോക്കൽ എന്ന് പറയാം. എന്നാൽ ഏറ്റവും വലിയ പ്ലെയർ 55% നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്, വിഷ്വൽ. അതായത് നിങ്ങൾ എന്ത് പറയുന്നു എന്നതിനല്ല കാര്യം, അതെങ്ങനെ പറയുന്നു എന്നതിലാണ്. നിങ്ങൾ എത്ര വലിയ കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ടോണും ശരിയല്ലെങ്കിൽ ആ കളി അവിടെ തോറ്റുപോകും. പിന്നെയുള്ളത് മറ്റുള്ളവരുടെ ശബ്ദത്തിൻ്റെ ആ ഒരു രീതി നമ്മളൊന്ന് മാച്ച് ചെയ്യാൻ നോക്കണം. ഇതിൽ 3 കാര്യങ്ങളാണ് മെയിൻ. ടോണ്, ശബ്ദത്തിലെ ഒരു മാറ്റം, പിന്നെ സ്പീഡ്, സംസാരിക്കുന്ന വേഗത, പിന്നെ വോള്യം, ശബ്ദത്തിൻ്റെ അളവ്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അവർ നല്ല ആവേശത്തോടും സ്പീഡിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിക്കണം, എക്സൈറ്റ്മെൻറ്റ് കീപ്പ് ചെയ്യണം. ഇനി അവർ നല്ല ശാന്തമായിട്ട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് കൂളായിട്ട് കാമായിട്ട് സംസാരിക്കുക. 3ാമത്തെ പോയിന്റ് കോൺഗ്രുവൻസ്, പൊരുത്തം എന്നൊക്കെ പറയാം. ഇപ്പോൾ ഈ സിനിമകളൊക്കെ കാണുമ്പോൾ അതൊരു അഭിനയമാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര റിയലായിട്ട് തോന്നാറില്ലേ? നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഇമോഷണൽ ആവാറില്ലേ? അതെന്തുകൊണ്ടാണെന്ന് അറിയോ? കാരണം അതിൽ ആ ക്യാരക്ടർ പറയുന്ന വാക്കുകളും അവരുടെ ശബ്ദവും ബോഡി ലാംഗ്വേജും എല്ലാം ഒരേ വൈബിലായിരിക്കും, പക്ക മാച്ചിങ്. നിങ്ങളുടെ കാര്യം ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ പുറമെ നല്ല കോൺഫിഡൻ്റ് ആണെന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നു, പക്ഷേ നിങ്ങളുടെ ബോഡിയിൽ ആകെ ഒരു പേടിയും ഒരു ഒരു വിറയലൊക്കെ ആണെങ്കിൽ കാണുന്നവരൊരിക്കലും നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കില്ല. അവർ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനെ മാത്രമേ വിശ്വസിക്കൂ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യവും നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ ബോഡിയും ഒരേ ട്രാക്കിലായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഒത്തുപോയാൽ പിന്നെ കണക്ഷൻ വേറെ ലെവലായിരിക്കും. അപ്പോൾ വെറും 90 സെക്കൻഡിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കാം, നല്ലൊരു ബന്ധം ഉണ്ടാക്കാം, ആർക്കും നമ്മളോട് ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ പെരുമാറാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫിൽ ഒന്നും മാറാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ ശരിക്കും പ്രയോഗിക്കുമ്പോഴാണ് മാറ്റം തുടങ്ങുന്നത്. അതുകൊണ്ട് ഇനി ഒരാളെ കാണുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ബോഡി ഒന്ന് ഫ്രീ ആയി വെക്കുക, കണ്ണുകളിൽ നോക്കി സംസാരിക്കുക, നല്ലൊരു ചിരി മുഖത്തെപ്പോഴും ഉണ്ടാവട്ടെ. അവരുടെ ഒരു എനർജി ലെവലുമായി സിങ്ക് ചെയ്യാൻ നോക്കുക. പിന്നെ എല്ലാറ്റിലും ഉപരി നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ മാറ്റം നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. കാരണം ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എത്ര പേര് കണ്ടുമുട്ടിയെന്നതിലല്ല, മറിച്ച് നമ്മളെ കാണുമ്പോൾ അവർക്ക് എന്ത് ഫീൽ ചെയ്തു എന്നതിലാണ്. ആ ഒരു മതിപ്പുണ്ടാക്കിയെടുക്കുന്നതിലാണ് കാര്യം. നിങ്ങൾക്ക് സ്കില്ലിൽ ഒരു പുലിയാണെന്നുണ്ടെങ്കിൽ നിക്കോളാസ് ബോത്ത്മാൻ്റെ ഹൗ ടു മേക്ക് പീപ്പിൾ ലൈക്ക് യു ഇൻ 90 സെക്കൻഡ് ഓർ ലെസ് എന്ന ബുക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. കാരണം മറ്റുള്ളവരെ നിങ്ങളെ നോക്കുന്ന ആ ഒരു രീതി തന്നെ മാറ്റാൻ ഈ പുസ്തകത്തിന് കഴിയും. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ടുള്ള നിങ്ങളുടെ ആ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോയിൽ ഈ 90 സെക്കൻഡിന് ശേഷം അവരോട് എന്ത് സംസാരിക്കണം, അവരെങ്ങനെ നമ്മളിലേക്ക് കൂടുതൽ അടുപ്പിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.